വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാനായി സ്നേഹത്തിന്റെ തട്ടുകട തുറന്ന് ഡിവൈഎഫ്ഐ. കൊച്ചിയിൽ തുറന്ന ഏകദിന തട്ടുകടയിൽ നിന്നുള്ള വരുമാനം മുഴുവൻ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനായി കൈമാറും. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഈ ഉദ്യമത്തിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ കൈകോർത്തു. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഡിവൈഎഫ്ഐ സ്നേഹത്തിൻ്റെ തട്ടുകട തുറന്നത്. ദേശീയപാതയോരത്തെ തട്ടുകടയിൽ പ്രധാന പാചകക്കാരനായത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത്. ഏകദിന തട്ടുകടയിലെ വരുമാനം മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാനായി കൈമാറുമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. സ്ക്രാപ്പ് ചലഞ്ച് ആയാലും ശരി, ന്യൂസ് പേപ്പർ കളക്ഷൻ ആയാലും ശരി, അതുപോലെ തന്നെ മറ്റു രീതികൾ, ഇപ്പോൾ പായസ ചലഞ്ച് ആയാലും ശരി, ബിരിയാണി ചലഞ്ച്, വിവിധങ്ങളായിട്ടുള്ള മാതൃക 2018 പ്രളയാനന്തരം കേരളത്തിന് യുവത്വം, ഡിവൈഎഫ്ഐയുടെ യുവത്വത്തിൻ്റെ നേതൃത്വത്തിൽ യുവത്വം ഈ ലോകത്തിന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ മാതൃക, അതേ മാതൃക തുടർന്നുകൊണ്ടാണ് ഇന്ന് ആ വയനാട് ദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ഇതും ഏറ്റെടുത്തിട്ടുള്ളത്. നടന്മാരായ സുബീഷ് സുധി, രാജാ സാഹിബ്, GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള, മുൻ MLA AM യൂസഫ് തുടങ്ങിയവരെല്ലാം ഡിവൈഎഫ്ഐയുടെ സദുദ്യമത്തിൽ കണ്ണിചേരാനായി എത്തിയിരുന്നു. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുന്ന തലമുറ കൂടെ നമ്മൾ, ഒരു ജനതയുടെ കൂടെ നമ്മൾ നിൽക്കണം. ഇത് ഡിവൈഎഫ്ഐ ഇന്ന് മാത്രമല്ല, എല്ലാവരും ഈ ഉദ്യമത്തിൽ അവരുടെ ആശയം നോക്കാതെ, മറ്റുള്ള കാര്യങ്ങൾ നോക്കാതെ ഡിവൈഎഫ്ഐ പോലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും നടത്തുന്ന ഉദ്യമത്തിൽ എല്ലാവരും മനുഷ്യ മനസ്സാക്ഷി മരവിക്കാത്ത എല്ലാവരും ഇതിൽ പങ്കുചേരണം. ഡിവൈഎഫ്ഐ ടോൾ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് 3 മണി മുതൽ രാത്രി 12 മണി വരെ തുടർന്ന സ്നേഹത്തിൻ്റെ തട്ടുകടയ്ക്ക് മികച്ച പിന്തുണയാണ് ജനങ്ങളും നൽകിയത്. കൈരളി ന്യൂസ്, കൊച്ചി.